ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസാഇലുൽ ഫിഖ്ഹിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഈ ചോദ്യം തന്നെ വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കമൻറ്റുകളായിരിക്കും. അപ്പോൾ ഇതന്നെ വരൂല, ഇതിൽ നിന്ന് വന്നേക്കാം, അങ്ങനെയും പറയാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പാഠഭാഗത്തു നിന്ന് വേറെയും ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹുൽ ഇസ്ലാം ചോദ്യ പേപ്പറുണ്ട്, നമ്മൾ മദ്രസ ക്ലാസ്സിൻ്റെ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ. അത് നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ അതിൽ നിന്നും കിട്ടും. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, അവർക്ക് അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 1 മുതൽ 7 വരെ കോളത്ത് ശരിയടയാളപ്പെടുത്താനാണ്. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ച് ശരിയടയാളപ്പെടുത്താം. നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ എന്താണ്? നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണോ ഫർളാണോ എന്നാണ് ചോദ്യം. സുന്നത്താണോ എന്നാണ്. എന്താണ്? നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5. നജസിൽ നിന്ന് ശുദ്ധിയാവൽ മനസ്സിലാക്കുക. 2, ഉളൂ ചെയ്യാൻ പറ്റാത്ത വെള്ളം. ഉളൂ ചെയ്യാൻ പറ്റാത്ത വെള്ളം ഏതാണ് ഇവിടെ എന്നാണ്. കടൽ വെള്ളം, നാരങ്ങാ വെള്ളം, കുളത്തിലെ വെള്ളം. നാരങ്ങാ വെള്ളം തോഹിറാണ് അല്ലേ. തോഹിറായ വെള്ളം ഉളൂ ചെയ്യാൻ പറ്റൂല. കടൽ വെള്ളം, കുളത്തിലെ വെള്ളമൊക്കെ തുഹൂറാണ്. തുഹൂറായ വെള്ളം കൊണ്ട് ഉളൂ ചെയ്യാം. അടുത്ത് മുഅല്ലലായ നജസ്. മുഅല്ലലായ നജസ് ഏതാണ് എന്നാണ്. മലം, രക്തം, നായ. നായയാണ് മുഅല്ലലായ നജസ്, അതായത് ഗൗരവമുള്ള നജസ്. അതാണ് മുഅല്ലലായ നജസ്. അപ്പോൾ നായയാണ്. നായ, പന്നി എന്നിവയാണ് ഗൗരവമുള്ള നജസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാഠത്തിൽ. മൂത്രം, മലം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മദ്യം, ശവം, തിന്നാൻ പറ്റാത്ത ജീവിയുടെ പാല് തുടങ്ങിയവ നജസാണ്. ഇവിടെ മുഅല്ലലാണ് ചോദിച്ചിട്ടോ, മനസ്സിലാക്കാം. അടുത്തത് വകതിരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത്. എന്താണ് കൊടുക്കാൻ പാടില്ലാത്തത്? മുസഫ്. മുസഫ് വകതിരിവില്ലാത്ത കുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല, മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? ഉളൂയിൽ 2 കാലുകൾ കഴുകണം. എങ്ങനെയാണ് ഉളൂയിൽ 2 കാലും കഴുകേണ്ടത്? മുഴുവനും കഴുകണം, ഞെരിയാണി ഉൾപ്പെടെ, മുട്ടുൾപ്പെടെ. എന്താണ്? ഞെരിയാണി ഉൾപ്പെടെയാണ് കഴുകേണ്ടത്. അപ്പോൾ കൈ 2ഉം എങ്ങനെ കഴുകണം എന്ന് വെച്ചാൽ മുട്ടുൾപ്പെടെ. പിന്നെ മുഖം മുഴുവനും കഴുകുക. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അല്പമെങ്കിലും തടവണം. എന്തേ? തലയാണ്. തല അല്പമെങ്കിലും തടവുക, മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? ഉളൂ ചെയ്താൽ മതി. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളൂ ചെയ്യുക. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുക. അപ്പോൾ കുളിച്ചാൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവും. അപ്പോൾ മനസ്സിലാക്കാം കേട്ടോ. അടുത്തതാ ഉളൂയിൻ്റെ ഷർത്തുകൾ. ഉളൂയിൻ്റെ ഷർത്തുകൾ എത്രയാണ്? ഉളൂയിൻ്റെ ഷർത്തുകൾ 5. ഉളൂയിൻ്റെ ഷർത്തുകൾ 5. ഉളൂയിൻ്റെ ഫർളുകൾ 6. ഉളൂ മുറിയുന്ന കാര്യങ്ങളാണ് 4. അപ്പോൾ മനസ്സിലാക്കട്ടോ. അപ്പോൾ 5 എന്നതാണ് ശരി. ഷർത്തുകൾ 5, ഫർളുകൾ 6, മനസ്സിലാക്കുക. ഇനി ഇവിടെ മാച്ച് ചെയ്യാനാണ്, ചേരുംപടി ചേർക്കാൻ. എന്താ വന്നേ? തോഹിർ ഏതാണ്? തോഹിറായ വെള്ളം ഇവിടെ ഏതാ വന്നത്? ജ്യൂസ്. ജ്യൂസ് തോഹിറാണ്. അപ്പോൾ അത് ഇവിടെയൊക്കെ എഴുതി കൊടുക്കാം. അടുത്തതാ തൊഹൂർ. അപ്പോൾ അത് 1. തൊഹൂറായ വെള്ളം കിണറിലെ വെള്ളം. അപ്പോൾ അത് 2. രണ്ടാമത്തെ ലൈനിലേക്ക് എഴുതാം. മുഅല്ലലാണ് എന്ത്? പന്നി. അപ്പോൾ 3ാമത്തെ ലൈനിലേക്ക്. നജസ്സാണ് എന്ത്? ശവം. ശവം നജസ്സാണ്. അപ്പോൾ അത് 4 എഴുതാം. മുത്തനജ്ജിസാണ് എന്ത്? നജസായ വസ്ത്രം. മുത്തനജ്ജിസ് കഴുകി ശുദ്ധിയാക്കാം. നജസായ വസ്ത്രം കഴുകി ശുദ്ധിയാക്കാം. അപ്പോൾ അതാണ് മുത്തനജ്ജിസ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കട്ടോ. ഇനിയാ പൂരിപ്പിക്കാനാണ് ഇവിടെ വന്നത്. 2 കൈയും ഡാഷ് കഴുകുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 2 കൈയും മുട്ട് ഉൾപ്പെടെ കഴുകുക. ഉളൂയിൻ്റെ ഫർളിൽ 3ാമത്തത് 2 കൈയും മുട്ട് ഉൾപ്പെടെ കഴുകുക, മനസ്സിലാക്കുക. അടുത്തതാ വജാൽനി ഡാഷ് സോലിഹീന. എന്താണ്?
ഉളൂഇൻ്റെ ദിക്റാണ്. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീന. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കണം മിൻ ഇബാദിക. ഇതുപോലെ മറ്റ് വരികൾ ചോദിക്കാം. അല്ലാഹുമ്മ ജഅൽനി ഡാഷ് എന്താണ്? അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന. അപ്പോൾ അത് മനസ്സിലാക്കുക, അങ്ങനെ എഴുതുക. ആ രീതിയിൽ പഠിക്കുക. സുബ്ഹാനക്കല്ലാഹുമ്മ ഡാഷ് എന്താണ്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. അങ്ങനെ ആ ദിക്റൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് കുളിച്ചാൽ ഡാഷ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. കുളിച്ചാൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. അടുത്തത് മുസ്ഹഫ് എടുക്കാനും തൊടാനും വുളൂ വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖുർആനിൻ്റെ ഏതു ഭാഗം തൊടാനും എടുക്കാനും വുളൂ വേണമെന്ന്. അപ്പോൾ മനസ്സിലാക്കാം, മുസ്ഹഫ് എടുക്കാനും തൊടാനും വുളൂ വേണം. വുളൂഇൽ മുഖം ഡാഷ് കഴുകണം. എന്താണ്? വുളൂഇൽ മുഖം മുഴുവനും കഴുകണം. മുഖം മുഴുവനും കഴുകണം. അടുത്തതാ വുളൂഇൻ്റെ 6ാമത്തെ ഫർള് ഏത്? വുളൂഇൻ്റെ ഫർളുകൾ 6ആണ്. 6ാമത്തെ ഫർള് എന്താണ്? തർത്തീബ്. എന്താണ് തർത്തീബ് എന്നാൽ എന്താണ്? ക്രമപ്രകാരം ചെയ്യലാണ്. വുളൂഇൻ്റെ ഫർളുകൾ ക്രമപ്രകാരം ചെയ്യലാണ് തർത്തീബ്. മനസ്സിലാക്കുക, വുളൂഇൻ്റെ ഫർളുകൾ ക്രമപ്രകാരം ചെയ്യലാണ് തർത്തീബ്. അപ്പോൾ 6ാമത്തത് തർത്തീബ് എന്ന് എഴുതാം. അടുത്തത് തൊഹൂറായ വെള്ളത്തിന് ഒരു ഉദാഹരണം എഴുതുക. തൊഹൂറായ വെള്ളം, മഴവെള്ളം, കിണർ വെള്ളം, കുളത്തിലെ വെള്ളം ഒക്കെ തൊഹൂറാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതാം. അടുത്തത് നജസ് കൊണ്ട് മലിനമായത് എന്ത്? നജസ് കൊണ്ട് മലിനമായതാണ് മുത്തനജ്ജിസ്. നജസ് കൊണ്ട് മലിനമായതാണ് മുത്തനജ്ജിസ് എഴുതാം. അടുത്തത് ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടും ആര്? ആരാ ഇഷ്ടപ്പെടുക? ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും, അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ ഒറ്റവാക്കിൽ എഴുതാനാണ്. അപ്പോൾ ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ആ രീതിയിൽ എഴുതാം. അള്ളാഹുവും അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. അപ്പോൾ ചോദ്യം ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതുകയാണെങ്കിൽ മുഴുവനായിട്ട് എഴുതാം. അപ്പോൾ ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ആ രീതിയിൽ എഴുതാം. അടുത്തത് എന്താണ്? ശുദ്ധിയുള്ളവരല്ലാതെ അത് സ്പർശിക്കരുത്. ഏതാണ്? ഖുർആന്. ശുദ്ധിയുള്ളവരല്ലാതെ അത് സ്പർശിക്കരുത് ഖുർആൻ. മനസ്സിലാക്കുക, മുസ്ഹഫ് അങ്ങനെ എഴുതാം. അടുത്തതാ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വുളൂഇൻ്റെ 5ാമത്തെ ഫർള് ഏത്? വുളൂഇൻ്റെ ഫർളുകൾ 6ആണ്. അതിൽ 5ാമത്തെ ഫർള് ഏത് എന്നാണ്. 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. അപ്പോൾ ഇത് ഇങ്ങനെ ചോദ്യം എന്തായാലും വരും. വുളൂഇൻ്റെ 3ാമത്തെ ഫർള് ഏത്? വുളൂഇൻ്റെ 2ാമത്തെ ഫർള് ഏത് എന്നൊക്കെ. അപ്പോൾ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. അതേപോലെ വുളൂഇൻ്റെ 2ാമത്തെ ഷർത്ത് ഏത്? അങ്ങനെയും ചോദ്യം വന്നാൽ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. നന്നായിട്ട് ഓർഡറിൽ തന്നെ പഠിക്കുക. അടുത്തത് വുളൂ ഇല്ലാതെ മുസ്ഹഫ് തൊടാം ആർക്കാണ്? വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് മുസ്ഹഫ് തൊടാനും എടുക്കാനും വുളൂ നിർബന്ധമില്ല. വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠന ആവശ്യത്തിന് മുസ്ഹഫ് തൊടാനും എടുക്കാനും വുളൂ ആവശ്യമില്ല. മനസ്സിലാക്കി എഴുതുക. അടുത്തത് 3 നജസുകളുടെ പേര് എഴുതുക. 3 നജസുകളുടെ പേര്: രക്തം, കഫം, മലം, മൂത്രം, ഛർദിച്ചത്, മദ്യം, ശവം, തിന്നാൻ പറ്റാതെ, ഇതൊക്കെ നജസാണ്. അപ്പോൾ ഇഷ്ടമുള്ള 3 എഴുതാം. മനസ്സിലായില്ലേ? വുളൂഇൻ്റെ നിയ്യത്ത് ചെയ്യേണ്ടത് എങ്ങനെ? വുളൂഇന് നിയ്യത്ത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന്, അതായത് വുളൂഇൻ്റെ നിയ്യത്ത് എഴുതാനാണ്. നിസ്കാരത്തെ ഹലാലാക്കാൻ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നിയ്യത്ത്. നിസ്കാരത്തെ ഹലാലാക്കാൻ വുളൂ എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് കരുതലാണ് നിയ്യത്ത്. നിയ്യത്ത് കരുതേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാലോ, അങ്ങനെ ചോദ്യം വന്നാലോ എപ്പോഴാണ്? മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ്. മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് നിയ്യത്ത് കരുതേണ്ടത്. മനസ്സിലാക്കുക. അടുത്തത് മുഅല്ലലായ നജസ് കൊണ്ട് മുത്തനജ്ജിസായത് എങ്ങനെ ശുദ്ധീകരിക്കും? മുഅല്ലലായ നജസ്, അതായത് നായ, പന്നി എന്നിവ കൊണ്ട് നജസായത്, മുത്തനജ്ജിസായത് എങ്ങനെ ശുദ്ധീകരിക്കും? എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? 7 തവണ കഴുകണം. അതിൽ 1 തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം.
7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. മനസ്സിലാക്കി പഠിക്കുക. മുത്തനജിസ് കൊണ്ട് മലിനമായത് എങ്ങനെയാണ് കഴുകേണ്ടത്? നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. മുത്തനജിസ് അതായത് നജസ് കൊണ്ട് മലിനമായതാണ് മുത്തനജിസ്. മനസ്സിലാക്കുക. ഇവിടെ മുഅല്ലലായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ? അതാണ് നായ, പന്നി. ഇവിടെ നജസ് കൊണ്ട് മലിനമായ മുത്തനജിസ് എങ്ങനെയാണ് കഴുകേണ്ടതെന്ന് ചോദ്യം വന്നാൽ നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കണം. മനസ്സിലാക്കുക. അടുത്തതാ, വുളൂഇന് ശേഷം ദുആ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. പാഠത്തിൻ്റെ അടിയിൽ വരുന്ന ബോക്സുകൾ അത് വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യമായിട്ട് വന്നതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഒക്കെ ഉപകാരപ്പെടുത്തുക. ഇന്നമൽ അഅ്മാലു ഡാഷ് എന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. തീർച്ചയായും നീയത്തുകൾ കൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകാര്യമാവുക. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുതത്വഹിരീൻ. അള്ളാഹുവെ ശുദ്ധിയുള്ളവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇത് കുറച്ച് പാഠങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് 6ാമത്തെ ചാപ്റ്റർ വരെയാണ് എക്സാമിന് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ വരെ എടുത്തു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓരോ സ്കൂളിൻ്റെയും അവർക്ക് നൽകുന്ന അറിയിപ്പ് അനുസരിച്ച് പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.